വായിച്ചു ഈ വാക്യം ഒരാൾ വായിച്ചു. യഹോവയുടെ സഹിതം തന്റെ ഭക്തന്മാർക്കുണ്ടാകും, അവൻ തന്റെ നിയമം അവരെ അറിയിക്കുന്നു. നമ്മൾ ഈ വാക്യം വായിക്കുമ്പോൾ സത്യത്തിൽ ഇതിൻ്റെ ഒരു മഹിമയുള്ള അർത്ഥം വരുന്നില്ല. മഹിമയുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫുൾനെസ്സിനുള്ള അർത്ഥം സത്യത്തിൽ ഇതിനകത്ത് നമുക്ക് കിട്ടുന്നില്ല. ഇവിടെ നമ്മൾ വായിച്ചത് യഹോവയുടെ സഹിതം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകുന്നു, അവൻ തൻ്റെ നിയമം അവരെ അറിയിക്കുന്നു എന്നാണ് നമ്മളിവിടെ വായിച്ചത്. എന്നാൽ ഞാൻ ഇന്നലെ രാത്രി ചർച്ചിനകത്ത് ഇത് വായിച്ചിരുന്നു. ഇന്നലെ രാത്രി സന്ദേശം കേൾക്കാത്തവർ കേൾക്കണം. നമ്മുടെ ചർച്ച് അല്ല നമ്മുടെ ബൈബിൾ കോളേജ് ഗ്രൂപ്പിനകത്ത് അതുണ്ട്. ഇവിടെ കണ്ടോ നിങ്ങൾ, യഹോവയെ ഭയപ്പെടുന്നവർക്ക് അവിടുന്ന് തൻ്റെ രഹസ്യം വെളിപ്പെടുത്തുന്നു, അവിടുന്ന് തൻ്റെ ഉടമ്പടിയുടെ ജ്ഞാനം പകരുന്നു. ഇതാണ് നമ്മൾ ബിബ്ലിക്ക ട്രാൻസ്ലേഷൻ കാണുന്നത്. എന്നാൽ ഇതേ വചനം തന്നെ നിങ്ങൾ പാഷൻ ട്രാൻസ്ലേഷനിലേക്ക് വന്നാൽ, ഞാൻ ഇന്നലെ ഇതവിടെ കാണിച്ചിരുന്നതാണ്, നമുക്കിതൊന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനാണ്. ഗ്രീനിൽ വായിക്കുന്നത് കണ്ടോ, there is a private place reserved for the devoted lovers Yahweh. അതിൻ്റെ അർത്ഥം എന്താ? ഡിവോട്ടഡ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എനിക്കറിയില്ല. ആരെങ്കിലും അറിയുന്നൊരു പറയാമോ? there is a private place reserved for the devoted lovers of Yahweh. യാഹ്വേ എന്ന് പറയുന്നത് യഹോവയുടെ ദൈവത്തിൻ്റെ എബ്രായ പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. യഹോവയെ സ്നേഹിക്കുന്നവർക്ക് ഡിവോട്ടഡ് ലവ്. എന്താ അതിന്റെ അർത്ഥം ആരെങ്കിലും പറയാമോ? ഡിവോട്ടഡ് ലവ് to be for the Lord, to be sincere, to be for the Lord. മലയാളത്തിൽ ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തെ സമർപ്പിതമായി സേവിക്കുന്നവർക്ക് ദൈവം ഒരു പ്രൈവറ്റ് പ്ലേസ് റിസർവ് ചെയ്തിട്ടുണ്ട്. ശരിയായോ? അർത്ഥം ശരിയായോ? നിങ്ങളാരും മിണ്ടില്ല. മലയാളവും ഇംഗ്ലീഷും അറിയുന്ന ആരെങ്കിലും സംസാരിക്കൂ. തന്റെ ഭക്തന്മാർക്ക് ഡിവോട്ടഡ് ലവേഴ്സ് എന്ന് പറഞ്ഞ ഭക്തന്മാരെന്നാണോ? സമർപ്പിച്ച് അർപ്പിതമായി നമ്മൾ അർപ്പിച്ചു കൊടുക്കുന്ന, സമർപ്പിതമായി യഹോവയെ സ്നേഹിക്കുന്നവർക്ക് അവനൊരു പ്രൈവറ്റ് പ്ലേസ് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന്. എനിക്ക് അർത്ഥം അങ്ങനെ മനസ്സിലായത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയണേ. പറയുന്ന പോലെ സബ്മിറ്റഡ് ആയിട്ടുള്ളത്. ഓക്കെ. where they sit near him and receive the revelation secret of his promise. അപ്പോൾ അവന്റെ വാഗ്ദത്തങ്ങളിലെ രഹസ്യങ്ങൾ അവന്റെ അടുത്തിരുന്നു കൊണ്ട് അവര് സ്വീകരിക്കും, അതിനകത്തുള്ള റെവലേഷനുകൾ സ്വീകരിക്കും. ഓക്കെ, നിങ്ങൾ അതിന്റെ അർത്ഥം അറിയാവുന്നവർ മനസ്സിലാക്കി. എനിക്ക് മനസ്സിലായ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. ഇതിനോട് സാമ്യമായ അർത്ഥം തന്നെയാണ് കിടക്കുന്നത്. ഒറ്റ കാര്യം, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഹയർ പൊസിഷൻ ദൈവാത്മാവ് സ്പിരിച്വൽ റിലത്തിനകത്ത് തന്നിട്ടുണ്ട്. അത്രയും മനസ്സിലായല്ലോ. നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഹയർ പൊസിഷൻ നിങ്ങൾക്കുണ്ട്, ഹയർ റിലം നിങ്ങൾക്കുണ്ട്. ഇതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഡിവോട്ടഡ് മീൻസ് ഹാവിങ് സ്ട്രോങ് ലവ്, ലോയൽറ്റി, ഡെഡിക്കേഷൻ ടുവേഴ്സ്. ഓക്കെ, അപ്പം ഇങ്ങനെ നിങ്ങൾ ദൈവത്തോട്, യാഹ്വയെ നിങ്ങൾ ഇങ്ങനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളെ അവന്റെ അടുക്കലിരുത്തി നിങ്ങളോട് സംസാരിച്ച് റിസർവ് ചെയ്ത സ്ഥലത്ത് നിങ്ങളെ ഇരുത്തി നിങ്ങൾക്ക് വേണ്ടി അവന്റെ രഹസ്യങ്ങൾ കൈമാറും. നമുക്ക് ദൈവത്തോട് അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാം. ഈ കവനന്റിന്റെ റെവലേഷൻ നിങ്ങളെ എത്തിക്കുന്നത് ദാവീദ്യ ഉടമ്പടിയിലുള്ള വാഗ്ദത്തമായ സ്വർഗസ്ഥലങ്ങളിലാണ്. അവിടെ നിങ്ങൾ അനുഭവിക്കുന്ന സകലത്തിന്റെ മുകളിലൂടെയും നിങ്ങളെ അവൻ പറപ്പിക്കും. എൻ്റെ നാടൻ ഭാഷ പറയുന്നതാണ് കേട്ടോ, പറപ്പിക്കുന്നൊക്കെ. നിങ്ങൾ അനുഭവിക്കുന്ന ഒന്നും നിങ്ങളെ സ്പർശിക്കാത്ത ഒരു തലത്തിലേക്ക്, അതിനെല്ലാം വാഴുന്നൊരു തലത്തിലേക്ക്. ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ യേശു ശിഷ്യന്മാര് പടയിലൂടെ പറന്നത് ഓർമ്മയുണ്ടോ? കടലിന്റെ നടുവിൽ. കർത്താവിന്റെ ഡിവിനിറ്റി ഓപ്പൺ ആയപ്പോൾ, അവൻ ദൈവപുത്രൻ സത്യമെന്ന് പറഞ്ഞവൻ അവനെ ആരാധിച്ചപ്പോൾ കറക്കിയ കടലിന്റെ മുകളിലൂടെ പറപ്പിച്ചവനാണ് യഹോവ.
അങ്ങനെ ഒരു സ്പിരിച്വൽ റിലം നിങ്ങളുടെ മേൽ തുറന്നു വരാനുണ്ട്. നമുക്ക് ഈ രാവിലെ അങ്ങനെ പ്രാർത്ഥിക്കാം കർത്താവിനോട്. കർത്താവേ, ഞങ്ങളുടെ മേൽ ആ സ്പിരിച്വൽ റിലം ഒന്ന് തുറന്നു വരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ മൈക്കോൺ വിട്ടിട്ട് പ്രാർത്ഥിച്ച്, ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി പഠിപ്പിച്ചതാണ്, പക്ഷെ പ്രാർത്ഥിക്കാൻ സമയമെടുത്തില്ല. പ്രാർത്ഥിച്ചു, അങ്ങനെ പ്രാർത്ഥിച്ചു. കർത്താവേ, എനിക്ക് അങ്ങയെ സമർപ്പിതമായി സ്നേഹിക്കണം. ശാഖാനാഥന പ്രബന്ധനാഥനാരകശസ് ലംബൽ ഘടകം ജീവിക്കുന്നെങ്കിൽ എനിക്ക് ഭക്തനായി അങ്ങയെ ആഴമായി സ്നേഹിച്ചു. ലഖാന രഗശസ്കനാദിരാധന പ്രൗഢമനഘടകദനം നമുക്ക് ഈ ഒരു വാക്യം കൂടെ കണ്ടിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആരും ഈ ഇടയിൽ ഒരു 5 മിനിറ്റ് ഞാൻ സംസാരിക്കുമ്പോൾ ഉറങ്ങിപ്പോകരുത്. എനിക്ക് ഉറങ്ങുന്നു എന്ന് സംശയം വരാൻ കാരണം, ഇത് കഴിഞ്ഞിട്ട് ഓൺ ചെയ്ത് പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പം ചില ആൾക്കാർ ഓൺ ചെയ്യുന്നില്ല. എനിക്കറിയാം നിങ്ങൾ ആരാ ഓൺ ചെയ്യുന്നത്, ആരാ ഓൺ ചെയ്യാത്തതെന്ന്. ചിലർക്ക് തടസ്സങ്ങൾ കാരണം ഓൺ ചെയ്യാത്തവരുണ്ട്. അവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. അതിനൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ, മീറ്റിംഗ് കഴിഞ്ഞാൽ നിങ്ങൾ ലീവ് ആകില്ല, നിങ്ങളവിടെ ഉണ്ടാകും കുറച്ച് നേരം. ഞാൻ നോക്കിയിരിക്കും, ഇവർ പ്രാർത്ഥിച്ച് ഉറങ്ങിപ്പോയി, കർത്താവേ വല്ല ദർശനം കാണിക്കണമെന്ന് ഞാൻ 1 മിനിറ്റ് പ്രാർത്ഥിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വാക്യം നിങ്ങൾ നോക്കൂ. ഞാൻ ഈ വാക്യം വായിക്കാം. അടുത്ത വാക്യം
അതുകൊണ്ട് ദൈവം വാഗ്ദത്തത്തിൻ്റെ അവകാശികൾക്ക് തൻ്റെ ആലോചന മാറാത്തത് എന്ന് അധികം സ്പഷ്ടമായി കാണിപ്പാൻ ഇച്ഛിച്ച് ഒരാണയാൽ അവർക്ക് ഉറപ്പ് കൊടുത്തു. അടുത്ത വാക്യം ശ്രദ്ധിക്കണേ. അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് ഭോഷ്ക് പറയുവാൻ കഴിയാത്തതുമായ രണ്ട് കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു. 19-ാം വാക്യം. ആ പ്രത്യാശ നമ്മുടെ ആത്മാവിൻ്റെ നങ്കൂരം തന്നെ, അത് നിശ്ചയവും സ്ഥിരവും തിരശ്ശീലയ്ക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു. അവിടേക്ക് യേശു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുൻകൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു വാചകത്തിൽ അല്ലെങ്കിൽ 2 വാചകത്തിൽ പറയാമോ ഇത് എന്താ നിങ്ങൾക്ക് മനസ്സിലായി? നീ 3-4 വാക്യം വായിച്ചപ്പോൾ 2-3 വാചകം കൊണ്ട് ഒരാൾക്ക് പറയാമോ? ആർക്കെങ്കിലും ഒരാൾക്ക് എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? ഈ 18-19 വാക്യം വിട്ടോ. 18-19 വാക്യങ്ങൾ വായിക്കുമ്പം നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? എന്തെങ്കിലും മനസ്സിലാകുന്നു നിങ്ങൾക്ക് ഈ വാക്യം വായിക്കുമ്പം? വേഗം പറ, സമയങ്ങളിൽ ആകെ 1 മണിക്കൂർ നേരം നമ്മുടെ മുമ്പിലുള്ളൂ. അല്ല, അരമണിക്കൂർ കഴിഞ്ഞു. ഇല്ല, ഓക്കെ. ഞാൻ നിങ്ങൾക്ക് ഒരു ആരും പറയുന്നില്ലല്ലോ. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് നിങ്ങളുടെ അകത്ത് കയറി നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഭാഗം കൂടെ നിങ്ങൾ കാണൂ. ഇംഗ്ലീഷ് നിങ്ങളാരും എന്നെ സഹായിക്കില്ല. എന്നോട് ദേഷ്യമുള്ളതുകൊണ്ട് നിങ്ങൾ സഹായിക്കില്ല. നിങ്ങൾക്ക് എല്ലാം ഇംഗ്ലീഷ് വായിക്കാനും അറിയാം, മലയാളം പറയാനും അറിയാം. ഓക്കെ, സാരമില്ല. ഞാൻ ഈ വാക്യത്തിലേക്ക് വരികയാണ്. ഈ വാക്യം കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? 18-ാം വാക്യം. ദൈവത്തിന് വ്യാജം പറയാൻ അസാധ്യമാണ്. അതിനാൽ ഈ 2 കാര്യങ്ങൾക്ക് ദൈവം ചെയ്ത ശപഥത്തിനും വാഗ്ദാനത്തിനും ഉടമ്പടിക്കും ഓത്തിനും മാറ്റം വരിക അസാധ്യം. നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന പ്രത്യാശ ലക്ഷ്യം വെച്ചോടും നമുക്ക് വലിയ പ്രോത്സാഹനം ലഭിക്കുന്നത് ഇവയിലൂടെയാണ്. ഇനി അടുത്ത വാക്ക് ശ്രദ്ധിക്കണം കേട്ടോ. ഈ പ്രത്യാശ നമ്മുടെ പ്രാണന് തിരശ്ശീലയ്ക്കകത്തേക്ക് പ്രവേശിപ്പാൻ പര്യാപ്തമായ സുദൃഢവും സുഭദ്രവുമായ ഒരു നങ്കൂരമാകുന്നു. നമ്മുടെ സോളിന്, നമ്മുടെ പ്രാണന് തിരശ്ശീലയ്ക്കകത്തേക്ക് പ്രവേശിക്കാൻ പര്യാപ്തമായ ഒരു നങ്കൂരം നമ്മുടെ അകത്ത് വീണിരിക്കുന്നു. നങ്കൂരം എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ? കപ്പല് ഇളകിപ്പോകാതിരിക്കാൻ, തീരം വിട്ടു പോകാതിരിക്കാൻ കപ്പലിന്റെ അറ്റത്ത് നിന്ന് താഴെ സമുദ്രത്തിനകത്തേക്ക് ഇട്ട് ഉറപ്പിക്കുന്നതാണ് നങ്കൂരം. അപ്പൊ ഇങ്ങനെ ഒരു നങ്കൂരം നമ്മുടെ ആത്മാവിലിട്ടിരിക്കുന്നു. ആ നങ്കൂരത്താൽ നമ്മുടെ പ്രാണൻ തിരശ്ശീലയ്ക്കകത്തേക്ക്, ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞത് കേട്ടിട്ടുണ്ടെങ്കിലേ മനസ്സിലാകുള്ളൂ, തിരശ്ശീലയ്ക്കകത്തേക്ക് നമ്മുടെ പ്രാണനെ കൊണ്ടുപോകുന്നു. 20-ാം വാക്യം. അവിടെയാകട്ടെ നമ്മെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് യേശു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള നിത്യമഹാപുരോഹിതനായി നമുക്ക് മുമ്പ് പ്രവേശിച്ചിരിക്കുന്നു. വാവു, എന്നാ രസകരമായ വാക്യാണ്. നോക്കിയേ, ഇനി ഒരാളൊന്ന് വായിച്ചു നോക്കി. 19-20 വാക്യം നിങ്ങളുടെ അകത്തുനിന്ന് കയറാൻ വേണ്ടിയിട്ട് എല്ലാവരും വാക്യം ഒന്ന് സ്ക്രീനെ നോക്കി വായിച്ചു നോക്കി. ഈ പ്രത്യാശ, നിങ്ങൾ 52 പേരിരുന്ന് ഉറങ്ങുകയാണോ? ഈ പ്രത്യാശ നമ്മുടെ പ്രാണന് തിരശ്ശീലയ്ക്കകത്തേക്ക് പ്രവേശിക്കാൻ പര്യാപ്തമായ സുദൃഢവും സുഭദ്രവുമായ ഒരു നങ്കൂരമാകുന്നു. അവിടെയാകട്ടെ നമ്മെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് യേശു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള നിത്യമഹാപുരോഹിതനായി നമുക്ക് മുമ്പേ പ്രവേശിച്ചിരിക്കുന്നു. അപ്പൊ നമ്മുടെ പ്രാണനെ ഇങ്ങനൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടോ നമ്മുടെ ദൈവത്തിന്റെ ആത്മാവ്? അതിന് നമ്മുടെ ആത്മാവിലൊരു നങ്കൂരം വീണിട്ടുണ്ടോ? അപ്പൊ ഈ നങ്കൂരം വീണവരുടെ പ്രത്യേകത എന്താ? അവരുടെ പ്രാണന്റെ ഒറ്റയാഗ്രഹം, എനിക്ക് ആ സ്ഥലത്ത് വസിക്കണം, എനിക്ക് സ്വർഗസ്ഥലങ്ങളിൽ വസിക്കണം, എനിക്ക് സീക്രട്ട് പ്ലേസിൽ വസിക്കണം. അത് അല്ലാതെ മറ്റൊന്നും എൻ്റെ സോളിൽ എനിക്ക് ആഗ്രഹമില്ല. അവിടെ ഒരു മഹാപുരോഹിതനുണ്ട്. അവിടേക്ക് പോകാൻ കഴിയാതെ വണ്ണം നിൽക്കുന്ന എൻ്റെ ബോഡിയുടെ അപര്യാപ്തതകൾ യേശുവിന്റെ യാഗത്താൽ അവൻ എടുത്തു മാറ്റി. കണ്ടോ? ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ. അത് നിശ്ചയവും സ്ഥിരവും തിരശ്ശീലയ്ക്കകത്തേക്ക്. അവിടെയല്ലേ ഗ്ലോറി റിലം? തിരശ്ശീലയ്ക്കകത്തല്ലേ കൃപാസനം? ആ കൃപാസനം ഇപ്പോൾ എവിടെയാ? ഹെവനിലല്ലേ?
അവിടെയല്ലേ പിതാവിന്റെ അടുക്കലുള്ള സ്ഥലം, അവിടെയല്ലേ പുത്രൻ ഇരിക്കുന്നത്, അവിടെയല്ലേ ദാവീദിന്റെ കവനന്റ് പ്രകാരമുള്ള രാജാവ് ഇരിക്കുന്നത്, അവിടെയല്ലേ നിന്നെ അവനോടുകൂടി ഇരുത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിനകത്ത് മറ്റൊന്ന് നമ്മുടെ മനസ്സിൽ പൊന്തി വരാതെ വണ്ണം നമ്മെ അങ്ങോട്ട് കൊണ്ടുപോകുക. അതിനുവേണ്ടി നമ്മുടെ ആത്മാവിലൊരു നങ്കൂരമിട്ട് നമ്മുടെ സോളിനെ അങ്ങോട്ട് വലിക്കുക. ഞാൻ ഈ മലയാളത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങള് നിറഞ്ഞു നിൽക്കുന്ന നിങ്ങളുടെ സോൾ, നിങ്ങളുടെ സ്വയം, ആ സോളിനെ നിങ്ങളുടെ അകത്തിരിക്കുന്ന ആത്മാവിൽ വന്ന നങ്കൂരത്താൽ തിരശ്ശീലക്കകത്തേക്ക് വലിക്കുന്ന എന്തിനാ? അവിടെയാണ് കിങ്ഷിപ്പ് ഓപ്പൺ ആകുന്നത്, അവിടെയാണ് ഗ്ലോറി റിലം ഓപ്പൺ ആയിരിക്കുന്നത്. ആ കിങ്ഷിപ്പിൽ നിങ്ങൾ, ഗ്ലോറി റിലത്തിൽ നിങ്ങൾ വന്നിട്ട് ആ റിലം അനുഭവിച്ചിട്ട് ഒരു വാക്ക് നിങ്ങൾ സംസാരിച്ചാൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ അത് തൊടാൻ തുടങ്ങും. അതുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇത്ര ഒരു കാര്യം മനസ്സിലായി, അവൻ ആ തിരശ്ശീലയ്ക്ക് അകത്തുണ്ടെന്ന് മനസ്സിലായോ? അങ്ങോട്ട് ജീവന്റെ പുതിയ വഴി തുറന്നിട്ടെന്ന് മനസ്സിലായോ? കർത്താവേ, ഞങ്ങളെ അതിലേക്ക് പ്രവേശിപ്പാൻ ഞങ്ങളുടെ മനസ്സിനകത്ത് ആ ധൈര്യം നൽകണമേ, ആ ബലം നൽകണമേ, ആ വിശ്വാസം നൽകണമേ. ഒന്ന് പ്രാർത്ഥിച്ച്, എല്ലാവരും പ്രാർത്ഥിച്ച് ആ മഹത്വത്തിലേക്ക്, ആ പ്ലേസ്, അങ്ങനെ പ്ലേസ് കർത്താവ് അവിടെ ഉണ്ട്. എനിക്ക് പറയാൻ പറ്റുന്ന ഭാഷയിൽ ഞാനിത് പറയുകയാണ്, നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഭാഷയിൽ ഉൾക്കൊണ്ട് പ്രാർത്ഥിച്ചു. ഇങ്ങനൊരു സ്ഥലമുണ്ട്, ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, അവിടെ ഒരു മഹാപുരോഹിതനുണ്ട്. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം യേശു പ്രവേശിച്ചിരിക്കുന്ന ഇങ്ങനൊരു സ്ഥലമുണ്ട്. നിന്നെ അവിടേക്ക് കൊണ്ടുപോവുകയാണ്. ഇത് നിന്റെ നിലങ്ങളെ ചേഞ്ച് ചെയ്യും. ഇന്ന് രാവിലെ റിലങ്ങൾ തുറക്കട്ടെയപ്പ, ഇന്ന് രാവിലെ ബോധ്യങ്ങൾ വെളിപ്പെടട്ടെയപ്പ. അങ്ങനെ ഒരു ഹയർ പൊസിഷൻ ഞങ്ങൾക്ക് സ്പിരിച്വൽ റിലത്തിലുണ്ട്. അതിനകത്തേക്ക് എൻ്ററാകാൻ, അതിനകത്തേക്ക് പ്രവേശിപ്പാൻ, അതിനകത്ത് വസിപ്പാൻ, അതിനകത്ത് ഇരിപ്പാൻ കർത്താവേ ഞങ്ങളുടെ അകത്ത് കൃപ പകരണമേ, ഞങ്ങളുടെ അകത്ത് വെളിപ്പാട് പകരണമേ. ഷസ്കന ഭക്തന്മാർക്ക് കൊടുക്കുന്ന സീക്രട്ട് പ്ലേസിൽ ഞങ്ങളെ ഇരുത്തണമേ, ഞങ്ങളെ പുത്രത്വത്തിൽ വളർത്തണമേ. ഞങ്ങളുടെ മനസ്സിനകത്ത് മറ്റൊന്നില്ലാതെ ഞങ്ങളുടെ സോളിനെ മുഴുവൻ ശുദ്ധീകരിക്കണമേ. അവിടെ ഇരുന്ന് സംസാരിക്കുന്ന സംസാരങ്ങൾ, അവിടെ ഇരുന്ന് പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനങ്ങൾ ജീവിതത്തെ മുഴുവൻ സ്പർശിക്കും. അങ്ങനെ ഒരു പ്ലേസ് ഉണ്ട്, അങ്ങനെ ഒരു പ്ലേസ് ഉണ്ട്, അങ്ങനെ ഒരു പ്ലേസ് ഉണ്ട്. സമർപ്പിതരായി അവനെ യാഹ്വയെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവൻ അതിന്റെ വെളിപ്പാടുകൾ തുറന്നു കൊടുക്കും. അവൻ നിന്നോട് ഡയറക്റ്റ് സംസാരിക്കും. നീ അനുഭവിക്കുന്നതിന്റെ മുകളിലൂടെ നിനക്ക് യാത്ര ചെയ്യാം. നിന്നെ തൊടുവാൻ, നിന്നെ അവസാനിപ്പിക്കുവാൻ കഴിയുകയില്ല. നിന്നെ വിഴുങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നിന്നെ തൊടാൻ കഴിയുകയില്ല. ഈ റെവലേഷൻ നിങ്ങളുടെ അകത്ത് വന്നാൽ ഇതൊരു വെളിപ്പാടായി തരാൻ പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് പരിശുദ്ധാത്മാവിനോട് പറയുക, ആ ഹയർ പൊസിഷനിലേക്ക് പ്രവേശിക്കാൻ ഇവിടെ ഒരു സ്ഥലമുണ്ട്, ഇവിടെ ഒരു സ്ഥലമുണ്ട്, ഇവിടെ ഒരു സ്ഥലമുണ്ട്, അവന്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്.
ഞാൻ ഒന്ന് രണ്ട് ഭാഗങ്ങൾ തിരുവചനത്തിനകത്ത് നിന്ന് കാണിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ വാക്യം കൂടെ ഒരാളൊന്ന് വായിക്കണേ. എന്നിട്ട് ഞാൻ ഇംഗ്ലീഷ് കാണിക്കുമ്പം ആരെങ്കിലും ദയവ് ചെയ്ത് ആരിലും ഒരാൾ ഞാൻ ഇംഗ്ലീഷിൽ വായിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്ന അർത്ഥത്തിനകത്ത് വല്ല പൊട്ടത്തരം ഉണ്ടെങ്കിൽ ഇത് നമ്മൾ യൂട്യൂബിലിടുമ്പോൾ ആൾക്കാർ കേട്ടിട്ട് പറയും, ഓ ആ ഭാഷ ബോധമില്ലാത്ത പഠിപ്പിക്കുക, അർത്ഥം അറിയില്ലാതെ. അപ്പം നിങ്ങൾ ആരിലും ഒരാൾ കൃത്യമായിട്ട് മലയാളം പറ്റുന്ന ഒരാൾ ഈ രണ്ട് വാക്യത്തിൻ്റെ മലയാള അർത്ഥം ഒന്ന് അതിനകത്തൊരു സീക്രട്ട് പ്ലേസ് ഉണ്ടെന്ന് മനസ്സിലാക്കണം, അത്രയേ ഉള്ളൂ. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ അത് മലയാളത്തിൽ ഞാൻ പറയുമ്പോൾ വാക്യങ്ങൾ തെറ്റിപ്പോകും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഈ വാക്യം ഒന്ന് വായിച്ച് ഈ വാക്യം ഒരാളൊന്ന് വായിച്ച് സങ്കീർത്തനം 31 സങ്കീർത്തനം 19-20 വാക്യമാണ്. ഒന്ന് വായിച്ച് ഒരാളൊന്ന് വായിച്ച്. നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുക നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാകുന്നു. നമ്മൾ സത്യത്തിൽ ഈ വാക്യമൊന്നും ധ്യാനിച്ചു വായിക്കാറില്ല കേട്ടോ. നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുക പ്രവർത്തിക്കുന്നതുമായ നിന്റെ നന്മ എത്ര വലിയതാണ്. അടുത്ത വാക്ക്, നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് ശിഷ്യവാക്യം വായിച്ച് 20 വാക്യോട് വായിച്ച്. നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ചു നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ മറയ്ക്കും. നീ അവരെ നാവുകളുടെ വക്കാണത്തിൽ കൂടാരത്തിനകത്ത് അവരെ ഒളിപ്പിക്കും. അപ്പൊ സാന്നിധ്യത്തിനകത്തൊരു മറവുണ്ടോ? അപ്പം നമ്മൾ അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യത്തിനകത്തൊരു പ്രത്യേക പ്രൊട്ടക്ഷൻ്റെ തലമുണ്ടോ? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെയുള്ള വചനങ്ങളൊക്കെ ധ്യാനിച്ച് ശുശ്രൂഷിക്കുമ്പോൾ പ്രത്യേക നിലയിലൊരു പ്രസൻസ് അനുഭവിക്കാൻ പറ്റാറുണ്ടോ? പ്രസൻസ് അനുഭവിക്കുന്നവരാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളെ പ്രസൻസിനെ ഒന്നുകൂടെ ശക്തിയോടെ വളരാൻ അനുവദിച്ചാൽ അതിനകത്തൊരു സീക്രട്ട് പ്ലേസ് ഉണ്ട്. ഒരാൾ ഈ വാക്യം ഒന്ന് വായിച്ച് 19-20 വാക്യം ഒന്ന് വായിച്ച്. ഒരാൾ ഇംഗ്ലീഷിലാണ് കിടക്കുന്നത്. 19-20 വാക്യം. Lord, how wonderful you are. You have stored up so many good things for us, like a treasure chest, heaped up and spilling over with blessings, all for those who honor and worship you. Everybody knows what you can. ദൈവമേ, നീ എത്ര അത്ഭുതവാനാകുന്നു. നീ ഞങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന നല്ല കാര്യങ്ങള്, അത് ട്രഷർ ചെസ്റ്റ്, നിധികളുടെ കൂമ്പാരം കൂട്ടി വെച്ചിരിക്കുന്നത് പോലെയും അത് നിറഞ്ഞു കവിയുന്ന അനുഗ്രഹം പോലെയും ദൈവത്തെ ഓണർ ചെയ്യുന്നവർക്കും ആരാധിക്കുന്നവർക്കും വേണ്ടി
പിന്നെ everybody knows what you can do for those who turn and hide themselves in you. ദൈവത്തെ നോട് തിരിയുന്നവരും ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നവർക്കും വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എല്ലാവർക്കും അറിയാം. And who turn and hide themselves in you. അപ്പൊ നമുക്ക് ദൈവത്തിനകത്ത് വസിക്കാൻ പറ്റുമോ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ? അപ്പൊ അങ്ങനെ വസിക്കുന്നവർക്ക് മോള് കൂമ്പാരം പോലെ എന്ന് പറഞ്ഞു, മലയാളത്തിൽ അതില്ല. അപ്പൊ എത്ര വലിയ നന്മ എന്നുള്ളത് ഇംഗ്ലീഷ് വാക്ക് തെറ്റിയിട്ടില്ലല്ലോ അല്ലേ? ഇത്ര വലിയ ബ്ലെസ്സിങ്സ് തുറന്നു വരുമോ നമ്മുടെ ജീവിതത്തിൽ അതിനകത്ത് വസിക്കുമ്പോൾ? അപ്പൊ നമ്മൾ അതിൽ വസിക്കാത്തതല്ലേ പ്രശ്നം. ഇനി ബാക്കി 20 കൂടെ വായിച്ചു നോക്കിയേ. So hide all your beloved ones in the sheltered secret place before your face. Overshadow them with your glory presence. Keep them from these accusations, the brutal insults. ആദ്യത്തെ വാക്കിന്റെ ഭാഗത്തെ അർത്ഥം പറഞ്ഞു. അങ്ങയുടെ ബിലവഡ് വൺസ്, ഏറ്റവും അടുത്ത ഉള്ളവരെ ഹൈഡ് ദം മീൻസ് ഒളിപ്പിച്ച് പ്രൊട്ടക്ട് ചെയ്ത് സീക്രട്ട് പ്ലേസിൽ വെക്കണമെന്ന്. അങ്ങയുടെ മുഖത്തിന്റെ മുമ്പിലിരിക്കുന്ന സീക്രട്ട് പ്ലേസിൽ ഹൈഡ് ചെയ്ത് വെക്കണം ബിലവഡ് വൺസിന്. ഞാനിത് വായിക്കാൻ പറഞ്ഞത് നിങ്ങളുടെ അകത്തുനിന്ന് കയറാൻ വേണ്ടി. ദൈവ സാന്നിധ്യത്തിനകത്ത് ദൈവത്തിന്റെ മുഖത്തിൽ നമുക്ക് വേണ്ടി ദൈവം മറച്ചു വെച്ചിരിക്കുന്ന ഒരു സീക്രട്ട് പ്ലേസ് ഉണ്ടോ? അവിടെ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് അവൻ നമ്മൾ ഉയർത്ത്. അതല്ലേ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു പറഞ്ഞിരിക്കുന്നേ. ഇത് ഭക്തന്മാർക്ക് ഇത് വിശദീകരിക്കാൻ വാക്കുകളാൽ പറ്റുന്നില്ല. നാം ചെയ്യേണ്ട കാര്യം എന്താ? നാം ചെയ്യേണ്ട കാര്യം ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് മനസ്സിലാക്കുക, ആദ്യം അറിയുക വചനത്തിൽ നിന്ന്. എന്നിട്ട് നമ്മളിത് പ്രാർത്ഥിക്കുമ്പം പരിശുദ്ധാത്മാവ് നമ്മളെ ആത്മാവിനെ അതിനകത്തേക്ക് കൊണ്ടുപോകും. നമ്മുടെ അകത്ത് അനുഭവമായി വെളിപ്പെട്ട് വരും. എന്നിട്ട് എന്താ ഉണ്ടാകുന്നത്? എന്നിട്ട് നാം അവിടെ വസിക്കാൻ തുടങ്ങുമ്പോൾ ഒന്ന്, നമുക്ക് വിരോധമായിട്ടുണ്ടാക്കുന്ന സകല വക്കാണത്തിൽ നിന്നും കൂട്ടുകെട്ടിൽ നിന്നും സാന്നിധ്യത്തിനകത്തുള്ള സീക്രട്ട് പ്ലേസിൽ വസിക്കുന്നവർക്ക് ഒരു പ്രത്യേക പ്രൊട്ടക്ഷൻ ഉണ്ട്. ഒന്ന്. രണ്ട്, ദൈവം അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി എത്ര വലിയ നന്മ, അങ്ങനത്തെ ബ്ലെസ്സിങ്ങുകൾ. നിനക്കെതിരെ വാക്കാണമുണ്ടാക്കുന്ന, നിനക്കെതിരെ കൂട്ടുകെട്ടുണ്ടാക്കുന്നവർ കാണുകെ. ഞാനിന്ന് രാവിലെ കണ്ട സ്വപ്നമാണ് കേട്ടോ ഈ പറയുന്നത്. കൂട്ടുകെട്ടുണ്ടാക്കി വാക്കാണം ഉണ്ടാക്കുന്നവർ കാണുകെ ദൈവാത്മാവ് അതങ്ങ് തുറക്കാൻ തുടങ്ങും. എത്ര വലിയ ബ്ലെസ്സിങ്, എത്ര വലിയ ബ്ലെസ്സിങ്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ 2 വാക്യം ധ്യാനിച്ചുകൊണ്ട് അടുത്ത് 2-3 മിനിറ്റ് നേരം എല്ലാവരും അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിച്ചു. എല്ലാവരും അന്യഭാഷ പ്രാർത്ഥിച്ചു. കർത്താവ്, ഇങ്ങനൊരു സ്ഥലം ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ ഇരിക്കണം, എന്നെ അതിനകത്തേക്ക് വലിക്കണം, എനിക്ക് ആത്മാവിന് അതിനകത്തേക്ക് പ്രവേശിക്കണം. എൻ്റെ സോളിനകത്ത് മറ്റൊരു ചിന്ത വേണ്ട. വാക്കാണ് ഉണ്ടാക്കുന്നവർ വാക്കാണ് ഉണ്ടാകട്ടെ, കൂട്ടുകെട്ടുണ്ടാക്കുന്നവർ കൂട്ടുകെട്ടുണ്ടാകട്ടെ, ചതിക്കുന്നവർ ചതിക്കട്ടെ, നശിപ്പിക്കുന്നവർ നശിപ്പിക്കട്ടെ, പ്രവർത്തിക്കുന്നവർ അങ്ങനെ പ്രവർത്തിക്കട്ടെ. എല്ലാ മൈക്കും അൺമുട്ടിന്ന് പ്രാർത്ഥിച്ച് നിനക്കൊരു സീക്രട്ട് പ്ലേസ് ഉണ്ട്, നിനക്കൊരു സീക്രട്ട് പ്ലേസ് ഉണ്ട്.
മനുഷ്യന്റെ കർത്താവെ മറച്ചു നമ്മൾ ദൈവവചനത്തിൽ നിന്ന് ഈ ട്രൂത്തുകൾ ഇന്ന് രാവിലെ കാണുകയായിരുന്നു. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഒന്ന്, ഇങ്ങനൊരു തലം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചത് നമ്മൾ വചനത്തിൽ നിന്ന് കണ്ട് അത് വിശ്വസിക്കണം. ഒന്നാമത് ഈ തലത്തിലേക്ക് നമ്മൾ എൻ്റർ ആകുന്നത് ഫെയ്ത്തിനാലാണ്. രണ്ട്, നമ്മുടെ സോളിനെ നമ്മൾ ദൈവത്തിൻ്റെ വചനത്താൽ നിറയ്ക്കുകയാണ്. ഈ സോളിനൊരു കുഴപ്പമുണ്ട്, എന്തെങ്കിലും ഇതിനകത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ സോളിനൊരു കുഴപ്പമാണ് അത്. അപ്പോൾ സോളിൻ്റെ മനസ്സിനകത്ത് എന്തെങ്കിലും ഇങ്ങനെ എന്ത് ചെയ്യണം, ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ അതുകൊണ്ടാണ് ദൈവം എന്താ പറയുക, ഈ യോശുവോട് ദൈവം പറഞ്ഞു, നിൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും ന്യായപ്രമാണം മാറിപ്പോകരുത്, നീ രാവും പകലും അതിനെ ധ്യാനിക്കണം. കണ്ടോ, നീ എഴുതിയിരിക്കുന്ന പോലെയൊക്കെ പ്രമാണിച്ച് പറഞ്ഞു, നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം, എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായിരിക്കും. അപ്പം നിങ്ങളുടെ മനസ്സിനകത്ത് നിങ്ങൾ നടക്കാൻ പോകുന്ന, നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടാൻ നിങ്ങൾ അനുഭവിക്കുന്ന യുദ്ധങ്ങളോ യോർദാനോ യെരിഹോവോ ഇസ്രായേൽ ജനത്തിൻ്റെ പ്രശ്നങ്ങളോ, ഇവരെന്ത് ഭക്ഷിക്കും, ഇവർക്ക് എവിടെ നിന്ന് കിട്ടും ഫുഡ്, ഈ യുദ്ധങ്ങളാരും നടത്തും, ഇതൊന്നും ചിന്തിച്ച് നിങ്ങൾ ഭാരപ്പെടണ്ട. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന എന്താ പ്രശ്നം, ആ പ്രശ്നങ്ങളിൽ നിന്നൊന്ന് പുറത്തു വരാൻ പറ്റും നിങ്ങൾക്ക്. ഇങ്ങനെ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച സീക്രട്ട് പ്ലേസിൽ നിന്ന് പ്രവർത്തിക്കുന്നൊരു ദൈവം ഉള്ളതുകൊണ്ട് നിന്റെ നഷ്ടങ്ങൾ മുഴുവൻ ലാഭങ്ങളാക്കി അബണ്ടൻസ്
ബ്ലെസ്സിങ്സ് നിന്റെ മേൽ തുറക്കുന്നൊരു ദൈവം ഉണ്ടെന്നുള്ള വെളിപ്പാടിൽ, മനസ്സിനകത്ത് പിതാവിനെ കുറിച്ചുള്ള വെളിപ്പാടിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്തു വരാൻ, നിങ്ങളുടെ അവസ്ഥകളിൽ നിന്ന് പുറത്തു വരാൻ കഴിയുമെങ്കിൽ നിങ്ങളാണ് ഈ ഹെവനെ തുറക്കാൻ പോകുന്നത്. നമ്മുടെ ബിൽസി സിസ്റ്ററെ കർത്താവ് ഇപ്പം അങ്ങനെ ഒരു ദർശനം കാണിച്ചു കൊടുത്തു. എനിക്കൊരു മെസ്സേജ് ഇട്ടിരുന്നു. ഇപ്പം സിസ്റ്റർ പറഞ്ഞത് 5-ാം അധ്യായത്തിൻ്റെ, യോശുവയുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ യഹോവ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു സൈന്യാധിപനായി, യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപനായി ഒരുവൻ ഇറങ്ങി വരികയാണ്. യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപനായിട്ട് ഒരുവൻ ഇറങ്ങി വരികയാണ്. അപ്പോൾ കണ്ടോ, അപ്പം ദൈവത്തിൻ്റെ വചനം മാത്രം ധ്യാനിക്കുന്ന ഒരു ഭക്തന് വേണ്ടി യഹോവയുടെ സൈന്യം യുദ്ധം ചെയ്യാൻ ഇറങ്ങി വരും. ആരെ ഇറങ്ങി വന്നത്? അത് കർത്താവ് തന്നെയാണ്. അവൻ ഇറങ്ങിയോ എരിഹോ ഇടിഞ്ഞിരിക്കും. അവൻ ഇറങ്ങിയോ എരിഹോ പിടിച്ചിരിക്കും. വാഗ്ദത്തമാണ്, അവകാശമായി പിടിച്ചിരിക്കും. അപ്പം അതുകൊണ്ട് ഇനി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്, നമ്മുടെ മനസ്സിനകത്ത് നമ്മൾ അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. മക്കളുടെ പ്രശ്നം, കുടുംബത്തിലെ പ്രശ്നം, സാമ്പത്തിക പ്രശ്നം, ശാരീരിക പ്രശ്നം, നമുക്ക് വേണ്ടപ്പെട്ടവർ വയ്യാതെ കിടക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ കുറേ പ്രാർത്ഥനാ വിഷയമുണ്ട്, ഇല്ലേ? സാധാരണ പ്രാർത്ഥനയ്ക്ക് 1 മണിക്കൂർ പിടിച്ചിരുത്തി പ്രാർത്ഥന വിഷയങ്ങളാണ് ആൾക്കാർ പ്രാർത്ഥിപ്പിക്കാറ്. എന്തുകൊണ്ട് മോളെ വിശേഷം? ആ പ്രാർത്ഥന വിഷയം എന്താണ്? ഈ പ്രാർത്ഥന വിഷയം എന്താണ്? അച്ചാച്ചൻ എങ്ങനെയുണ്ട്? അമ്മാമ്മയ്ക്ക് എങ്ങനെയുണ്ട്? നമുക്കത് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. പക്ഷെ നമുക്ക് ഈ പ്രാർത്ഥനാ വിഷയങ്ങളിൽ നിന്ന് പുറത്തു വരാൻ പറ്റുമോ? എന്നിട്ട് ഇവിടെ ഇരുന്നു കൊണ്ട്, ഈ സീക്രട്ട് പ്ലേസിൽ ഇരുന്നു കൊണ്ട് അതിലേക്ക് നോക്കി ഒന്ന് കൽപ്പിക്കാൻ പറ്റുമോ? അതല്ലേ ഇതിനകത്ത് ദൈവം ആഗ്രഹിക്കുന്നത്. ഒന്നും നമുക്ക് നമ്മുടെ വീടിനകത്ത് കണ്ടമാനം വിഷയങ്ങൾ നമ്മുടെ എല്ലാവരും അകത്തുണ്ട്. നിങ്ങളുടെ മനസ്സിൽ നിന്നെല്ലാം പുറത്തു വന്നിട്ട് 1 മിനിറ്റ് കൂടെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ സീക്രട്ട് പ്ലേസിൽ ഇരിക്കുന്നെന്ന വെളിപ്പാടിൽ നിങ്ങൾ 1 മിനിറ്റ് മനസ്സുകൊണ്ട് നിങ്ങൾ ചിന്തിച്ച് പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ വിഷയങ്ങളിലേക്ക് നോക്കി സംസാരിക്കും. സീക്രട്ട് പ്ലേസിൽ ഇരിക്കുന്നവൻ വിഷയങ്ങളും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയല്ല, അവൻ സീക്രട്ട് പ്ലേസിൽ ഇരുന്നുകൊണ്ട്, ഗ്ലോറി റിലത്തിൽ ഇരുന്നുകൊണ്ട് വിഷയങ്ങളിലേക്ക് നോക്കി കൽപ്പിക്കാൻ തുടങ്ങും. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. അപ്പം സീക്രട്ട് പ്ലേസിൽ, ഹെവൻ ത്രോണിൽ ഇരിക്കുന്നവൻ ദൈവത്തോട് വിഷയം പറയുകയല്ല, അവൻ അവിടെ ഇരുന്ന് അധികാരം ഉപയോഗിക്കും. അപ്പം അതുകൊണ്ട് അടുത്ത 1 മിനിറ്റ് കൂടെ ഉള്ളൂ പ്രാർത്ഥിക്കാനായിട്ട്. ആ 1 മിനിറ്റ് നിങ്ങൾ അവിടെയാണ് ഇരിക്കുന്നത്. മനസ്സിനകത്ത് ഒരു ചിന്തയും അകത്ത് അലട്ടാതെ, അപ്പൻ്റെ വിഷയം, അമ്മയുടെ വിഷയം, അച്ചാച്ചൻ്റെ വിഷയം, അമ്മാമ്മയുടെ, മക്കളുടെ, ഭാര്യ, ഭർത്താവ്, ജോലി, കാറ്, വണ്ടി, ലോണ്, ജോലി, അടുത്ത പ്രൊമോഷൻ, ഏത് രാജ്യം, ഇതൊന്നും ഓർക്കുക. അത് 1 മിനിറ്റ് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ശുദ്ധീകരിച്ച്, ഒരു വിഷയമില്ലാതെ മുമ്പേ അവൻ്റെ രാജ്യം, നീതി മാത്രം അന്വേഷിച്ച് നിങ്ങളുടെ മനസ്സിനെ ക്ലീൻ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഏത് വിഷയമാണ്, എവിടെയാണ് നിങ്ങൾക്കൊരു മറുപടി വേണ്ടത്, അവിടേക്ക് നോക്കി നിങ്ങൾ തന്നെ കൽപ്പിക്കുക. അടുത്ത 2 മിനിറ്റ് നേരം ഉപയോഗിക്കാം. അതോടുകൂടി ഞാൻ ഈ സെക്ഷൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. മൈക്കിളെല്ലാം അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചു. ആദ്യത്തെ 1 മിനിറ്റ് നേരം നിങ്ങൾ അതിനകത്താണ് ഇരിക്കുന്നതെന്നുള്ള വെളിപ്പാടകത്ത് ജ്വലിച്ചു വരാൻ ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്യാം കേട്ടോ. 1 മിനിറ്റാണ് പ്രാർത്ഥിക്കുന്നതെങ്കിലും ആ 1 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ലൈഫിനെ കൺട്രോൾ ചെയ്യാം. 1 മിനിറ്റാണ് പ്രാർത്ഥിക്കുന്നതെങ്കിലും ആ 1 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ലൈഫിനെ കൺട്രോൾ ചെയ്യാം.
ഷസ്കനാതിരാധന ഖഷസ്കനാതിരാധന രകഷസ്കനാതിരാധന പ്രൗഢവനഘടകധനം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾ ഈ വചനങ്ങൾ നിങ്ങൾ ധ്യാനിക്കുക. ഈ വചനങ്ങൾ നിങ്ങൾ ധ്യാനിക്കുക. നിങ്ങൾക്ക് ഈ വചനങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാനിത് അല്പനിമിഷത്തിനുള്ളിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യും. അത് പ്രൈവറ്റ് ആണെങ്കിൽ അത് അൺലിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ അത് പൊതുവിൽ ഞാൻ ചാനൽ മെമ്പേഴ്സ് ആക്കി ഇടാറില്ല മോർണിംഗ് പ്രാർത്ഥന. ഒന്നെങ്കിൽ അത് പ്രൈവറ്റ് ലിസ്റ്റിലായിരിക്കും. ഇന്ന് കുഴപ്പമില്ല, ഇന്ന് ഓപ്പൺ ആക്കി ഇടാവുന്നതാണ്. പ്രത്യേക കണ്ടൻറ്റുകളൊന്നും ഇല്ലെങ്കിലാണ് ഞാൻ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്യണ്ടല്ലോ വെച്ചിട്ടാണ് ഞാൻ ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കേൾക്കുകയും അതിനകത്തുള്ള ഭാഗങ്ങൾ ധ്യാനിക്കുക. ധ്യാനിച്ച് നിങ്ങളുടെ ഒറ്റയ്ക്കിരിക്കുന്ന ഇരിപ്പിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ, ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ കിട്ടുന്ന നിങ്ങളുടെ മനസ്സ് മൊത്തം ഈ ധ്യാനങ്ങൾ, ഈ വേർഡിൻ്റെ ട്രൂത്തുകൾ ധ്യാനിച്ച് നിർത്തിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ഒരു റിലം നിങ്ങളുടെ മേലെ ഓപ്പണായി വരാൻ പറ്റും. നിങ്ങൾ സ്വപ്നങ്ങൾ കാണും. ഇത് ഉറപ്പ് തരുന്ന സ്വപ്നങ്ങൾ കാണും. നിങ്ങൾ ദർശനങ്ങൾ കാണും. ഇതിനകത്ത് ദൈവാത്മാവ് അങ്ങനെ ഇടപെടാൻ തുടങ്ങും. എനിക്ക് സാധാരണഗതി ഞാൻ ആരെയും അങ്ങോട്ട് അധികമായിട്ട് ബന്ധപ്പെടാറില്ല. വളരെ അപൂർവമായിട്ടാണ് ആളുകളെ അങ്ങോട്ട് വിളിക്കാറുള്ളൂ, ചർച്ചിലാണെങ്കിലും ഓൺലൈനിലാണെങ്കിലും. പക്ഷേ എനിക്ക് ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം നിങ്ങൾ ആർക്കെങ്കിലും അങ്ങനെ എന്നോട് സംസാരിക്കണമെന്നോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു പ്രാർത്ഥന ആവശ്യമുണ്ട് എന്ന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് എനിക്കൊരു മെസ്സേജ് ഇട്ടാൽ ഞാനത് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോ ഞാനൊരു ടൈം കിട്ടുമ്പോൾ നിങ്ങൾക്ക് പറ്റിയൊരു ടൈം കൂടെ നിങ്ങൾ 2-3 ടൈം പറഞ്ഞാൽ 2 ടൈം ഇട്ടാൽ ഞാൻ നിങ്ങളെ തിരിച്ച് അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും. കാരണം എല്ലാവരും കൂടി ഇന്ന് ചെയ്താൽ എനിക്ക് പറ്റാത്തതുകൊണ്ടാണ്. എന്തോ നിങ്ങൾക്ക് ആർക്കൊക്കെ അങ്ങനത്തെ ഒരു സംസാരം, അങ്ങനത്തെ ഒരു പ്രാർത്ഥന, അങ്ങനത്തെ ഒരു ഡിസ്കഷൻ ആവശ്യമുള്ളവരുണ്ടെന്ന് എൻ്റെ അകം പറയുന്നത്. എനിക്കറിയില്ല ആരാണെന്ന്, ചോദിക്കുകയും ചെയ്യരുത് എന്നോട് ആരാണെന്ന്, എനിക്കറിയില്ല. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പറയുന്നത്. 5 വർഷത്തെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പറയുന്നത്. എന്തോ എൻ്റെ അകത്ത് അങ്ങനെ പറയുന്നു. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാഠങ്ങളോട് ബന്ധത്തിൽ നിങ്ങൾക്കൊന്നുകൂടി ഒരു ഉറപ്പുണ്ടാകാനും, അല്ല പക്ഷേ ഇനി എന്നെ വിഷയങ്ങൾ കിടക്കുന്ന കാരണം എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എനിക്ക് സ്പിരിച്വൽ ലൈഫ് എനിക്ക് ഒട്ടും മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ളവർക്ക് എന്നോട് സംസാരിക്കണമെന്നുണ്ട്. പാഷ തിരക്ക് കാരണം ഞാൻ വിളിക്കാത്തതാണ്. അങ്ങനെയുള്ള ചിന്തകളുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊരു മെസ്സേജ് വാട്സാപ്പിൽ ഇന്നിട്ടാൽ ഞാൻ അടുത്ത ദിവസങ്ങളിൽ ഞാൻ എപ്പോഴെങ്കിലും ഒരു സമയം ഉണ്ടാക്കി, എപ്പോഴാന്ന് പറയാൻ പറ്റില്ല, ഞാൻ അതുപോലെ തിരക്കിലാണ് ഈ ദിവസങ്ങൾ. പക്ഷേ ഞാൻ തിരിച്ചു വിളിച്ചിരിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ അവസാനിപ്പിക്കുകയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി ഞാൻ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ തിരുമുഖത്തേക്ക് നോക്കി ഞങ്ങളുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. ഇന്ന് രാവിലെ ഞങ്ങളോട് അങ്ങ് ഇടപെട്ടതിനായ സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന കണ്ടമാനം പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളുമുണ്ട്. ഞങ്ങൾ അതോർത്ത് അതിനുവേണ്ടി പ്രാർത്ഥിച്ച് അതിനുവേണ്ടി ഫൈറ്റ് ചെയ്ത് കർത്താവ് ഞങ്ങളുടെ ആത്മീയ ജീവിതം അതിനോട് തലതല്ലി ചത്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെ കർത്താവ് കാണിക്കുന്ന വചനത്തിൻ്റെ വെളിപ്പാടുകൾക്കായി സ്തോത്രം. പഴയ നിയമ ഭക്തന്മാർ പോലും സാന്നിധ്യത്തിനകത്ത് ഇങ്ങനെ ഞങ്ങളെ സംരക്ഷിക്കുന്ന ഒരു സീക്രട്ട് പ്ലേസ്, ഒരു രഹസ്യ സ്ഥലം സാന്നിധ്യത്തിനകത്ത്, കൂടാരത്തിനകത്ത്, ആലയത്തിനകത്ത് ഉണ്ടെന്ന് പഴയ നിയമ ഭക്തന്മാർ മനസ്സിലാക്കുകയും അവർ അങ്ങയുടെ ചിറകിൻ്റെ മറവിൽ വസിക്കുകയും ചെയ്തവരാണല്ലോ. ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ ഞങ്ങളെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുകയാണല്ലോ. ആ വെളിപ്പാട് അങ്ങയുടെ മക്കളുടെ അകത്ത് തുറന്നു കൊടുക്കണമേ. ജോലിക്ക് പോകുമ്പോൾ, വീട്ടിലിരിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ ഒക്കെ ഇത് അവരകത്ത് കത്തട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ എന്ത് സംഭവിച്ചു എന്ന് ഓർത്ത് വ്യാകുലപ്പെടാതെ, സംഭവിച്ച നഷ്ടങ്ങളിൽ മനസ്സ് കുടുങ്ങിപ്പോകാതെ, ജീവിതത്തിൽ ഞാൻ ഒറ്റയ്ക്കാണല്ലോ, ആരും എൻ്റെ കൂടെ ഇല്ലല്ലോ എന്നൊന്നും ചിന്തിച്ച് നിരാശപ്പെട്ട് വ്യാകുലപ്പെടാൻ ഇടവരാതെ വണ്ണം ഒറ്റ വചനം, സ്വർഗസ്ഥനായ പിതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒറ്റ വെളിപ്പാട് അകത്ത് ജ്വലിച്ച് ആത്മതലത്തിൽ ആഴങ്ങളിലേക്ക് പ്രവേശിപ്പാൻ, അതിലൂടെ കുടുംബത്തിൻ്റെ ഭദ്രത, കുടുംബത്തിൻ്റെ ഭാവി, തലമുറകളുടെ പഠനം, തലമുറകളുടെ ഉയർച്ച, കുടുംബമായിട്ട് ദൈവാത്മാവ് ഒരുക്കുന്ന നന്മകൾ മുഴുവൻ
ആരൊക്കെയാണോ വിമർശിക്കുന്നത്, ആരൊക്കെയാണോ അവഹേളിക്കുന്നത്, അവരെല്ലാം കാണുക ഇതെല്ലാം തുറക്കുന്നൊരു ദൈവം ഉണ്ടെന്നത് വെളിപ്പെട്ട് വരുവാൻ ഞാൻ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ തലത്തിൽ അവർ ജീവിക്കട്ടെ. കൽപ്പിക്കേണ്ടതിലേക്ക് നോക്കി കൽപ്പിക്കുവാനുള്ള അധികാരം തുറക്കണമേ. വാക്തത്വം അവകാശമാക്കേണ്ടത് അവകാശമാക്കുവാൻ മുമ്പിൽ തടസ്സമായി നിൽക്കുന്നതിനെ ഇടിക്കുവാനുള്ള കൃപ ദൈവശക്തിയായി തുറക്കണമേ. അങ്ങനെ സ്പിരിച്വൽ റിലത്തിനകത്ത് മഹിമയേറിയത് കിങ്ഷിപ്പിന്റെ വാക്തത്വങ്ങൾ അനുഭവിക്കുന്ന ഒരു മാസമായി ഈ മാസം മാറാൻ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത് ചെയ്യുന്നതിനായി സ്തോത്രം. ഈ ദിവസം ഒരു അനുഗ്രഹമായി മാറട്ടെ കർത്താവേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോടെ അഭിഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ. ആശീർവാദം പറയുന്നതിനും ഒരു സന്തോഷ വാർത്തയോടെ ഞാൻ പറയുന്നു. ഞാൻ ഈ കിങ്ഷിപ്പ് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ അകത്ത് വന്നതാണ് തൃശ്ശൂർ നമുക്ക് ഏറ്റവും നല്ലൊരു ചർച്ച് വേണം. ഇപ്പോഴും നമുക്കത് കിട്ടിയിട്ടില്ല. പക്ഷെ നമ്മൾ ഒരു സ്ഥലം വാടകയ്ക്ക് എടുത്ത് അവിടെ നമ്മൾ ആരാധന ആരംഭിച്ചു. നിങ്ങൾ മറ്റ് ലോകരാജ്യങ്ങളിലെ ചർച്ചകൾ കാണുന്നത് നിങ്ങൾക്കത് അത്ഭുതമല്ല. പക്ഷെ ഞങ്ങളിവിടെ ഒരു ചെറിയ ചർച്ച എടുത്ത് ചെയ്തത് മഹാത്ഭുതമാണ്. എന്നെ കണ്ടമാനം പേര് വിമർശിച്ചു. കാരണം 3 മാസത്തേക്കുള്ളിൽ പാസ്റ്റർ ഈ ചർച്ചുമായിട്ട് മുമ്പോട്ട് പോകില്ല. കാരണം ഇതിൻ്റെ വാടക തന്നെ 60,000 രൂപയാണ്. ഒരാളോടും അതിൻ്റെ പ്രയാസം പറയുകയോ അല്ല എങ്ങനെയുണ്ട് പൈസ ഒന്നും ചെയ്യാതെ അത്ഭുതകരമായിട്ട് കഴിഞ്ഞ 3 വർഷം ദൈവം നടത്തി. ഞാൻ മറന്നുപോയി ഡേറ്റ് കഴിഞ്ഞത്. ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് കഴിഞ്ഞ 10-ാം തീയതി ആയിരുന്നു, ജൂലൈ 10-നായിരുന്നു 3 വർഷം ഫുൾഫില്ലായത്. 3 മാസം പോലും ഇത് നിൽക്കുകയല്ലോ. കാരണം അത്രയ്ക്കധികം ചിലവുള്ള സംഭവമായിരുന്നു. പക്ഷേ അത്ഭുതകരമായ ദൈവിക ഉറവുകൾ തുറന്ന് ദൈവം ഇതുവരെ നടത്തി. അവൻ്റെ ഓണറുമായിട്ട് നല്ലൊരു പരിചയം, നല്ലൊരു ബന്ധം. ഒറ്റ മാസം പോലും നമുക്ക് പൈസ നമുക്ക് അതിനകത്ത് ഇത് വന്നില്ല. മുൻകൂട്ടി റെന്റ് അവിടെ കൊടുത്തിടുന്ന ആൾക്ക് ആവശ്യം വന്നപ്പോൾ അങ്ങനെ മുൻകൂട്ടി കൊടുക്കാനുള്ള ക്രമീകരണമൊക്കെ കർത്താവ് ചെയ്തു. ഞാൻ പറഞ്ഞതിൻ്റെ സാരാംശം, ദൈവം ഒരു കാര്യം തുടങ്ങിയാൽ അവൻ വിശ്വസ്തനാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും വേദനകൾ ടെൻഷനൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കൊരു അടയാളമാണ്. കർത്താവ് തുടങ്ങിയാൽ കർത്താവ് നിലനിർത്തുകയും മുമ്പോട്ട് പോകാൻ നമുക്ക് കൃപ നൽകുകയും ചെയ്യുന്ന ദൈവമാണ്. ആശീർവാദം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിമടത്തുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സഹവാസവും കൂട്ടായ്മയും കാവലും നാം പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനാ വിഷയങ്ങളോടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരും ഇന്നും വന്നേക്കും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ 2ാം വരവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഒരു കാര്യം കൂടെ, ഒരു അനൗൺസ്മെൻറ്റ് കൂടെ. ഇന്ന് ഒരു പക്ഷേ നമ്മുടെ സൂമിനകത്ത് എബ്രായ ഭാഷയുടെ പഠനമായിരിക്കും. അപ്പോൾ അത് കാരണം നമ്മുടെ സൂം മീറ്റിംഗ് ചിലപ്പോൾ 8 മണി എന്നുള്ളത് 8:15 8:30 മാറാൻ സാധ്യതയുണ്ട്. നമ്മുടെ ബൈബിൾ കോളേജ് ഗ്രൂപ്പിനകത്തും ചർച്ച് ഗ്രൂപ്പിനകത്തും ടൈം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ബൈബിൾ കോളേജിൽ രജിസ്റ്റർ ചെയ്യാത്തവർക്ക്, അതായത് ഹീബ്രു ബൈബിൾ കോളേജിൽ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് അതിൽ കയറാൻ പറ്റില്ല. അതിൻ്റെ കാര്യം എനിക്ക് സാറിനോട് ചോദിക്കണം. പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ ക്ലിപ്പ് കിട്ടും, നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ കിട്ടും. യൂട്യൂബ് വീഡിയോ നമ്മുടെ യൂട്യൂബിനകത്ത് കിട്ടും. നിങ്ങൾക്ക് ഹീബ്രു പഠിക്കാം. ഒരു നോട്ട്ബുക്ക് മേടിക്കുക. അടുത്ത ദിവസം മുതൽ ഓരോ ആഴ്ചയിൽ ഒറ്റ ക്ലാസ്സേ ഉള്ളൂ. നിങ്ങൾക്ക് ആൽഫബറ്റ് പഠിക്കാം. നിങ്ങൾക്ക് ഹീബ്രു ഭാഷ വായിക്കാൻ പറ്റും. ഭയങ്കര രസകരമാണത്. രസകരം മീൻസ് അത് അത്ര പ്രചോദനപ്രദവും അത്ര ധൈര്യവും നൽകുന്നതാണ്. മിസ്റ്ററികൾ ഭയങ്കരമാണ് അതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കത് ലഭ്യമാണ്. ഇന്നത്തെ സൂം മീറ്റിങ്ങിൻ്റെ ടൈം നമ്മുടെ ഗ്രൂപ്പിലകത്ത് ശ്രദ്ധിക്കുക. നിങ്ങൾക്കതിൽ കയറാൻ പറ്റുമോ എന്നെനിക്കറിയില്ല. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ, പക്ഷേ അതിൻ്റെ ക്ലാസ് ആരംഭിച്ചു. പറ്റില്ലെന്നാണ് സാർ ആദ്യം പറഞ്ഞത്. പക്ഷെ നിങ്ങൾക്കത് ലഭ്യമാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. എല്ലാവർക്കും ഷലോം. ഷലോം. Shalom. Shalom. Shalom.